കാമത്തിന് മുകളിലാണ് പ്രണയം, പ്രണയത്തിന് മുകളിലാണ് ചില സൗഹൃദങ്ങൾ. നഷ്ടപ്പെടലിൻ്റെ വേദന അറിഞ്ഞവർ പുതിയതൊന്നും ആഗ്രഹിക്കാറില്ല. സ്നേഹിച്ചയാളെ നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെടാത്ത ഒന്നാണ് അവരോടുള്ള സ്നേഹം. നമ്മൾ ശല്യമായി തുടങ്ങിയെന്ന് തോന്നിയാൽ ഇറങ്ങി അങ്ങ് നടന്നേക്കണം, ആരുടെ ജീവിതത്തിൽ നിന്നായാലും. നിന്റെ സൗന്ദര്യം നിന്റെ ഹൃദയമാണ്, ഞാൻ നിന്റെ സൗന്ദര്യത്തിൻ്റെ ആരാധകനും. സ്നേഹം യുദ്ധം പോലെയാണ്, തുടങ്ങാൻ എളുപ്പം, അവസാനിപ്പിക്കാൻ പാടും. ഇനി അവസാനിപ്പിച്ചാലും ഒരിക്കലും മറക്കാത്തയൊന്നും. താരങ്ങളുമായി ചങ്ങാത്തം കൂടണം. തനിച്ചിരിക്കുമ്പോൾ താൻ എന്തെടുക്കുകയാണെന്ന് അവർ പറഞ്ഞു തന്നാലോ. നീ വായിക്കുന്ന പുസ്തകങ്ങളിലെ വരികളോട് എനിക്ക് അസൂയയാണ്. അവയെ നീ അവഗണിക്കാറില്ലല്ലോ, മനസ്സിൽ സ്ഥാനം നൽകാറുണ്ട് താനും. ഒരാളുടെ ചാറ്റ് ലിസ്റ്റിലെ നമ്മുടെ നമ്പറിൻ്റെ സ്ഥാനം നോക്കിയാൽ അറിയാം അവർ ജീവിതത്തിൽ നമുക്ക് തരുന്ന സ്ഥാനം. പിന്നെ എന്താ എന്ന് ചോദിച്ച് സംസാരം നീട്ടുന്ന പലരും നമ്മുടെ ശബ്ദത്തെ വരെ സ്നേഹിക്കുന്നവരായിരിക്കും. സ്വൈപ്പിൻ്റെയും കാഷ്വൽ റിലേഷൻഷിപ്പിൻ്റെയും ഈ കാലത്ത് ഹൃദയബന്ധങ്ങൾക്ക് സ്ഥാനമോ വിലയോ ഉണ്ടാകില്ല. നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാകും നമ്മളെ ഏറ്റവും വേദനയേറിയ പാഠങ്ങൾ ജീവിതത്തിൽ പഠിപ്പിക്കുന്നത്. നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും നമ്മുടെ മാത്രം പ്രശ്നമാണ്. മറ്റൊരാളുടെ സ്നേഹമോ സഹതാപമോ കൊണ്ട് അവയെ പരിഹരിക്കാമെന്ന് ഒരിക്കലും കരുതരുത്. സ്വപ്നങ്ങൾ വേദനയായി മാറിയിട്ടും വീണ്ടും സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടമുണ്ട്. നേട്ടങ്ങളുടെയും വളർച്ചയുടെയും അന്തസ്സാർന്ന അനുഭവങ്ങൾ കേൾക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ആ ഫാൻറ്റസി കലർന്ന സ്വപ്നങ്ങളെ കേൾക്കാനാണ്. ലോകത്ത് ഇന്ന് 800 കോടിയിലധികം ആളുണ്ടത്രേ. എന്നിട്ടും തുറന്നു സംസാരിക്കാൻ ഒരാളില്ലാത്തവർ ആണ് നമ്മൾ പലരും. വ്യക്തികൾ തമ്മിലുള്ള അടുപ്പം കൂടുന്തോറും അവർക്കിടയിലുള്ള രഹസ്യങ്ങളും നുണകളും കുറഞ്ഞു വരും. അത്തരം ബന്ധങ്ങൾ പറയാൻ പറ്റാത്തതായി ഒന്നും ഉണ്ടാകില്ല. പ്രണയം പ്രകടിപ്പിക്കാനുള്ളതാണ്, പങ്കുവെക്കാനുള്ളതാണ്, ഓർത്തു വയ്ക്കാനുള്ളതാണ്. അങ്ങനെ അല്ലാതെ വരുമ്പോഴാണ് പ്രണയം പരാജയപ്പെടുന്നത്. അവഗണന ഉണ്ടാകുന്നത് അടുപ്പമില്ലാത്തടുത്താണ്. അങ്ങനെയുള്ളിടത്ത് നിന്നങ്ങ് അകന്നു നിന്നേക്കണം. കുറഞ്ഞ സമയം കൊണ്ട് ഏറെ അടുത്തവരുണ്ടാകും നമ്മളുടെ ജീവിതത്തിൽ. ഈ ജന്മത്തിൽ ഇനി ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചിലർ. എന്നാണ് അവസാനത്തെ കൂടിക്കാഴ്ചയെന്നോ എന്നാണ് അവസാന ഗുഡ് ബൈ എന്നോ ആർക്കും പറയാൻ സാധിച്ചെന്ന് വരില്ല.